പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSC ഒഫീഷ്യലായിട്ട് നമ്മുടെ 2024 പരീക്ഷാ കലണ്ടർ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷാ കലണ്ടറിനകത്ത് നിന്ന് നമ്മളെല്ലാവരും കൂടി എഴുതാനായിട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന എക്സാംസിൻ്റെയൊക്കെ ഒരു ഏകദേശം ടൈമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ PSC ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ എക്സാംസിന്റെ ടൈം ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾ പഠിച്ചു മുന്നേറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ PSC അപ്ഡേറ്റ്സ് നോളജ് ഫാക്ടറി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ക്ലർക്കിന്റെ കാര്യമാണ്. എന്ന് പറയുമ്പോൾ LD ക്ലർക്ക് എക്സാംസിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ LD ക്ലർക്ക് എക്സാംസിന്റെ കാര്യം കേരള PSC തന്നെ പറയുന്നത് നടത്താനായിട്ട് പോകുന്നത് ജൂലൈ സെപ്റ്റംബർ സമയത്താണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ LDCയുടെ എക്സാം ജൂലൈ സെപ്റ്റംബർ സമയത്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ LGSന്റെ ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ നവംബർ സമയത്തിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 10th പ്രിലിംസ് അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് ഒക്ടോബർ ഡിസംബറിനാണ്. അതുപോലെ തന്നെ നമ്മുടെ LSGI എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആയിട്ടാണ് നടത്താൻ പോകുന്നത് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനും SIക്കും എക്സൈസ് ഇൻസ്പെക്ടറിനും വേണ്ടി കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ ആയിട്ടാണ് നടത്താനായിട്ട് പോകുന്നത്. അത് നടത്താനായിട്ട് പോകുന്നത് ഏപ്രിൽ ജൂൺ മാസത്താണ് എന്നുകൂടി പറയുന്നുണ്ട്. കൂടാതെ LP UP ടീച്ചറിന്റെ എക്സാമിനേഷൻ ജൂലൈ സെപ്റ്റംബറിനാണ്. ജൂലൈ സെപ്റ്റംബർ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ LP UP എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ WPO അല്ലെങ്കിൽ വിമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് ജൂലൈ സമയത്താണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് ജൂലൈ സമയത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറും വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും എക്സാമിനേഷൻ മെയ് ജൂലൈ സമയത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന 31/12/2023 വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എക്സാമിനേഷൻസ് ഈ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ചിരിക്കുക. LDCയുടെ എക്സാമിനേഷൻ ജൂലൈ സെപ്റ്റംബറിനാണ്. LGSന്റെ അല്ലെങ്കിൽ നമ്മുടെ LGSന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ നവംബറിലാണ്. 10th പ്രിലിംസിനകത്ത് എന്ന് പറയുമ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റും കൂടി 10th പ്രിലിംസ് ആയിട്ടാണ് നടത്തുന്നത്. അതിന്റെ എക്സാമിനേഷൻ ഒക്ടോബർ ഡിസംബറിനകത്താണ് നടക്കുന്നത്. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് പ്രിലിംസ് ആക്കിയിട്ടാണ്. അത് നടത്താനായിട്ട് പോകുന്നത് ഏപ്രിൽ ജൂൺ കാലയളവിലാണ്. അതുപോലെ LP UP ടീച്ചറിന്റെ എക്സാമിനേഷൻ ജൂലൈ സെപ്റ്റംബറിൽ നടത്തുന്നുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാമിനേഷൻ മെയ് ജൂലൈ സമയത്താണ് നടത്തുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനേഷൻ മെയ് ജൂലൈ സമയത്താണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന കേരള PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന PDF ആണ് നമ്മുടെ എക്സാക്ട് ആ ഒരു PDF എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് ഇതാണ് കണ്ട, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിനകത്ത് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ടെനറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ ദ ഷെഡ്യൂൾ അപ് ടു 31/12/2023 കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏപ്രിൽ ജൂൺ കാലയളവിൽ നമ്മുടെ 2024 എക്സാമിനേഷൻ നടത്താൻ പോകുന്ന കാറ്റഗറീസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ടെലഗ്രാം ചാനലിൽ ബാക്കി പറയുന്ന എല്ലാ PDF എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, ഈ പറയുന്ന എല്ലാം എക്സാമിനേഷൻ 2024 എക്സാമിനേഷൻ ആണ്. ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് 2023 കാറ്റഗറി നമ്പറിനകത്ത് വരുന്ന 24 നടത്താൻ പോകുന്ന എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന എല്ലാ എക്സാമിനേഷനും. അപ്പോൾ എന്തായാലും ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എല്ലാത്തിനും സിലബസ് വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എല്ലാത്തിനും സിലബസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് പരിചയപ്പെടുത്തി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.